മഷാദ് വിമാനത്താവളത്തിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യയിലേക്കുള്ള ഇറാനിയൻ സിവിലിയൻ വിമാനം തകർന്നതായി ഇറാൻ വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. മാനുഷിക ദൌത്യത്തിന്റെ ഭാഗമായി മരുന്നുകളും മെഡിക്കൽ സാമഗ്രികളും കൊണ്ടുപോകുന്നതിനായി ന്യൂഡൽഹിയിലേക്ക് പറക്കാനിരുന്ന മഹാൻ എയർ വിമാനമാണ് ആക്രമിക്കപ്പെട്ടത്. മഷാദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നടന്ന വ്യോമാക്രമണത്തിനിടെ വിമാനത്തിന് നേരെ ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്. ഈ സംഭവത്തെക്കുറിച്ച് അമേരിക്ക ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. സംഭവം യുദ്ധക്കുറ്റവും രാജ്യാന്തര നിയമങ്ങളുടെ വ്യക്തമായ ലംഘനവുമാണെന്ന് ഇറാൻ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ അറിയിച്ചു. ഒന്നിലധികം രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിയ മരുന്നുകൾ, മെഡിക്കൽ ഉപകരണങ്ങളും വിമാനത്തിൽ ഉണ്ടായിരുന്നതായും ഇത് മാനുഷിക ദൌത്യത്തിന്റെ ഭാഗമായി ക്രമീകരിച്ചതാണെന്നും ഇന്ത്യയിലെ ഇറാൻ മിഷൻ സമൂഹ മാധ്യമത്തിലൂടെ വ്യക്തമാക്കി. ഇത്തരത്തിലുള്ള സിവിലിയൻ വിമാനങ്ങളെ അപകടത്തിലാക്കുന്ന പ്രവർത്തനങ്ങളെ രാജ്യാന്തര ക്രിമിനൽ കുറ്റകൃത്യങ്ങളായി തരംതിരിക്കുന്ന ഷിക്കാഗോ കൺവെൻഷൻ, മോൺട്രിയൽ കൺവെൻഷൻ എന്നിവയും ജനീവ കൺവെൻഷന്റെ അഡീഷണൽ പ്രോട്ടോകോൾ 1 ആർട്ടിക്കിൾ 52 പ്രകാരം മാനുഷിക സഹായത്തിന് ഉപയോഗിക്കുന്ന വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള സിവിലിയൻ വസ്തുക്കൾക്കെതിരായ ആക്രമണം യുദ്ധക്കുറ്റമായി കണക്കാക്കപ്പെടാമെന്ന് ഇറാൻ പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് അടിയന്തരമായ അന്വേഷണം നടത്തുകയും ഉത്തരവാദികളെ നിയമത്തിന് മുമ്പാകെ കൊണ്ടുവരികയും സിവിൽ ഏവിയേഷൻ മേഖലയ്ക്ക് സമാനമായ ഭീഷണികൾ ഒഴിവാക്കി സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യണമെന്ന് രാജ്യാന്തര സംഘടനകളോട് സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ആവശ്യപ്പെട്ടു. ഇറാനിലെ ഏറ്റവും വലിയ സ്വകാര്യ വിമാന കമ്പനികളിലൊന്നായ മഹാൻ എയർ വർഷങ്ങളായി US ഉപരോധിച്ചിരിക്കുകയാണ്. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറുമായി ബന്ധമുണ്ടെന്ന് US ആരോപിക്കുന്ന ഈ വിമാന കമ്പനി പ്രാദേശിക സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും ഉപകരണങ്ങളെയും കൊണ്ടുപോകുന്നതിന് സഹായം നൽകുന്നതായും ആരോപണമുണ്ട്. അതേസമയം ഇറാൻ ആക്രമണത്തിൽ പങ്കെടുത്ത US വിമാനങ്ങളെ സ്പെയിനിന്റെ വ്യോമപാതയിലൂടെ സഞ്ചരിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിരോധ മന്ത്രി മർഗരീത്ത റോബിൾസ് തിങ്കളാഴ്ച അറിയിച്ചു. US ചേർന്ന് സ്പെയിനിൽ നടത്തുന്ന സേനാ താവളങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള അനുമതി നേരത്തെ നിഷേധിച്ചിരുന്നു. നാറ്റോ അംഗരാജ്യങ്ങളാണ് സ്പെയിനും US വ്യോമപാത അനുവദിക്കില്ലെന്ന തീരുമാനം വന്നതോടെ സ്പെയിൻ ഒഴിവാക്കണം എന്നും US സേനാ വിമാനങ്ങൾക്ക് പശ്ചിമേഷ്യയിലേക്ക് പോകാൻ സാഹചര്യമുണ്ടെന്നും എന്നാൽ അടിയന്തര സാഹചര്യത്തിൽ വിലക്ക് ബാധകമല്ലെന്നും സ്പാനിഷ് പത്രം റിപ്പോർട്ട് ചെയ്തു. അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തി USഉം ഇസ്രയേലും ഏകപക്ഷീയമായി തുടക്കമിട്ട യുദ്ധത്തെ സഹായിക്കുന്ന ഒരു നടപടിയും സ്പെയിനിന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ലെന്ന് ധനമന്ത്രി കാർലോസ് വ്യക്തമാക്കി. ഇറാൻ ആക്രമണത്തിൽ USനെയും ഇസ്രയേലിനെയും ശക്തമായി വിമർശിച്ച ആദ്യ യൂറോപ്യൻ നേതാവാണ് സ്പാനിഷ് പ്രധാനമന്ത്രി. ഇതിന്റെ പേരിൽ സ്പെയിനുമായുള്ള വ്യാപാര ബന്ധം മുറിക്കുമെന്ന US പ്രസിഡന്റ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇറാന് തലസ്ഥാനമായ ടെഹ്റാനിൽ സൈന്യവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ സൈന്യം തിങ്കളാഴ്ച ആക്രമണം നടത്തി. ടെഹ്റാനിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ നടത്തുന്ന ഇമാം ഹുസൈൻ സർവകലാശാലയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി. തിരിച്ചടിയായി ഇസ്രയേൽ, കുവൈറ്റ്, സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തി. നെഗവിലുള്ള ഇസ്രയേലിന്റെ പ്രധാന ആണവ ഗവേഷണ കേന്ദ്രത്തെ ഇറാൻ തിങ്കളാഴ്ച പുലർച്ചെ ലക്ഷ്യമിട്ടു. തകർത്ത മിസൈലിന്റെ അവശിഷ്ടം വീണ് ഹൈഫയിലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് തീപിടിച്ചു. സൗദിയിലെ എണ്ണ സമ്പുഷ്ടമായ കിഴക്കൻ പ്രവിശ്യയിലേക്ക് ഇറാൻ 5 മിസൈൽ അയച്ചു. 5ഉം സൗദി തകർത്തു. ദുബായ് ലക്ഷ്യമിട്ടെത്തിയ മിസൈൽ UAE തകർത്തു. ഇറാനെ ആയുധമുക്തമാക്കണമെന്ന് UAE ആവശ്യപ്പെട്ടു. തെക്കൻ ലബനനിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള ആക്രമണം ഇസ്രയേൽ ശക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.